കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോവിന്റെ ചാപ്റ്റർ 301 ആയിരിക്കും. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു ടാസ്കും അതേപോലെ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നോലയുടെ അമ്മയുടെ പേരെന്താണ്? കറക്റ്റായിട്ട് ഉത്തരം പറയുന്ന 3 പേരെ ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ടാസ്ക് എപ്പോഴത്തെ പോലെ തന്നെ 500 ലൈക്സും 50 കമന്റ്സും ആണ്. 500 ലൈക്സ് നമ്മുടെ കഴിഞ്ഞ 3 വീഡിയോയിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല. സോ ഈ വീഡിയോയിൽ നമുക്ക് കിട്ടുമോ നോക്കാം. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തുറക്കാൻ നേരത്ത് നമ്മുടെ നോല ആസ്റ്റനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനായിട്ട് ലൊലിപ്പിക്കിനെ പിടിച്ചുകൊണ്ട് മേളിൽ നിൽക്കുവാണ്. നമ്മൾ എങ്ങനെയൊക്കെ ക്യൂവിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, പക്ഷെ അവളുടെ മേത്ത് ഇപ്പോഴും എല്ലാ കേഴ്സും ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ലിബി ആസ്റ്റയോട് പറയുന്നുണ്ട്, അണ്ടർ വേൾഡിലേക്കുള്ള ഒരു ഗേറ്റ് മാത്രമാണ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പക്ഷെ എങ്ങനെയാണ് ഇവിടെ ഒരു സുപ്രീം ഡെവിൽ വന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ആസ്റ്റയും മെഗിക്കുള്ളായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ നടക്കുന്നത്. പുള്ളിക്കാരൻ ചെറുതായിട്ടൊക്കെ സ്വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ലിബി ആസ്റ്റയോട് പറയുന്നുണ്ട്, എടാ ഞാൻ പറയുന്നത് ഓർത്ത് നീ ഒന്നും വിചാരിക്കില്ലേ, പക്ഷെ ഡെവിൽ യൂണിയൻ ഇല്ലാതെ നമുക്കിവിടെ ഒരു ചെറിയൊരു ചാൻസ് പോലും ഞാൻ കാണുന്നില്ല. ഇവനിപ്പോ വന്നപ്പോ തന്നെ എന്റെ ഇൻട്രസ്റ്റ് മുഴുവൻ അവൻ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ വന്നിരിക്കുന്നത് ഒട്ടും തന്നെ ചിന്തിക്കാത്തൊരു നിമിഷത്തിലാണ്. അതുകൊണ്ട് കളിയൊക്കെ നിർത്താൻ സമയമായി. ആദ്യം തന്നെ ലൊലിപ്പിക്കനെ വെനീക്കനെയും കൊന്ന് എന്റെ മാനിഫെസ്റ്റേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൊലിപ്പിക്കയുടെ വെനീക്കയുടെ മേത്തുള്ള ആ ഒരു കേഴ്സ് സിമ്പിൾസ് ഒക്കെ പുള്ളിക്കാരി ആക്റ്റീവ് ചെയ്യും. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ 2 ക്യാരക്ടേഴ്സും നമ്മുടെ വെനീക്കയുടെ ലൊലിപ്പിക്കയുടെ മേത്തുണ്ടായിരുന്ന ആ ഒരു കേഴ്സ് മാർക്കൊക്കെ വാനിഷ് ആയി പോകും. മെഗിക്കുള്ളിക്ക് അവിടെ എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് പുള്ളി താഴത്തേക്ക് പുള്ളിക്കാരുടെ ശ്രദ്ധ പോകുന്നത്. അവിടെ നമ്മുടെ ഷാർലറ്റ് നിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരി പറയും ചെയ്യും, ഞാൻ ഇപ്പോഴും ഈ ഫൈറ്റിൽ തന്നെയുണ്ട്, അതുകൊണ്ട് നീ എന്നെ കുറിച്ച് മറക്കല്ലേ. നമ്മുടെ മെഗിക്കുള്ള അവ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളെങ്ങനെ റിക്കവർ ചെയ്തു? ഇവൾ റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നല്ലോ. അത് മാത്രമല്ല അവളുടെ മാജിക് റാപ്പിഡ് ആയിട്ട് തന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ റില്ലി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇതൊക്കെ ഇങ്ങനെയായി മാറുമെന്ന്. ഞാൻ ഈ സ്പെല്ലൊന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് കുറച്ച് സമയം എടുത്ത് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് വരാൻ വേണ്ടി. അവിടെ നമ്മുടെ റിൽ ആക്ടിവേറ്റ് ചെയ്തത് ട്വൈലൈറ്റ് ഓഫ് വൽഹല്ല എന്ന് പറയുന്ന അറ്റാക്കാണ്. അത് ഹ്യൂജ് റേഞ്ചിലുള്ള ഒരു അറ്റാക്കാണ്. അത് മാത്രമല്ലാതെ അവിടെ കുറെ അധികം ഗാർഡിയൻ ഏഞ്ചൽസും ഉണ്ട്. ഈ ഒരു അറ്റാക്കിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റേഞ്ചിലുള്ള, അതായത് ഈ വൽഹല്ലയുടെ റേഞ്ചിലുള്ള എല്ലാ കമ്പാനിയൻസും ഒരിക്കലും മരിക്കത്തില്ല. എത്രയൊക്കെ ഡാമേജസ് എടുത്താൽ പോലും അവർ മരിക്കത്തില്ല. റിൽ അപ്പൊ പറയുന്നുണ്ട്, കുറച്ച് നിമിഷത്തേക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇൻവിൻസിബിൾ ആണ്. എന്നാൽ ഇതെല്ലാം കഴിയാൻ നേരത്ത് ഇതിന്റെ എല്ലാത്തിന്റെ ഡാമേജ് ഇത് ക്രിയേറ്റ് ചെയ്ത ആളുടെ നേരെ വന്ന് വീഴുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഈ ഒരു അറ്റാക്കിനുണ്ട്. ആസ്റ്റ് അങ്ങനെ ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിത് എക്സ്പ്ലോഷന് മുമ്പ് ചെയ്തു തീർക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്തായാലും അവൻ കാരണം എനിക്ക് എന്റെ അൾട്ടിമേറ്റ് മാസ്റ്റർ പീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. മെഗിക്കുള്ള അപ്പൊ പറയുന്നുണ്ട്, ഇവന്മാര് ഒറ്റക്കൊറ്റക്കാണെങ്കിൽ ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ നേരത്ത് ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിങ്ങൾ മനുഷ്യരെല്ലാവരും എന്നെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുവാണ്. നിങ്ങൾ എല്ലാവരും വളരെ ഫാസിനേറ്റിംഗ് ആണ്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ മെഗിക്കുള്ള പുള്ളിക്കാരുടെ പവേഴ്സ് യൂസ് ചെയ്ത് കുറെ അധികം ഡീമൺസിനെ ക്രിയേറ്റ് ചെയ്യും. പകുതി സ്റ്റീലും പകുതി ബ്ലഡും ആയിട്ടുള്ള കുറെ അധികം ഡീമൺ. അങ്ങനെ അവിടെ ഒരു ഹ്യൂജ് ബാറ്റിൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കാണിച്ച ആ ഒരു ഗാർഡിയൻ ഏഞ്ചൽസും അതേപോലെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡീമൺസോട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ റിലി ഷാർലറ്റും ഈ ഒരു ഡീമൺസിനെ അവരുടേതായ രീതിയിൽ ഡിഫീറ്റ് ചെയ്യാനും നോക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ആസ്റ്റ ലൊലിപ്പിക്കാനും പിടിച്ചെന്നിരിക്കുകയാണ്. കാരണം പുള്ളിക്കാരന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അണ്ടൻ അവിടേക്ക് വന്നിട്ട് നമ്മുടെ ആസ്റ്റനെ രക്ഷിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരനോട് നന്ദിയും പറയുന്നുണ്ട്, ക്യൂവിനെ രക്ഷിച്ചില്ല. അപ്പൊ തന്നെ ആസ്റ്റ കടന്ന് കാറുന്നുണ്ട്, എന്നോട് എല്ലാവരും ക്ഷമിക്കൂ, ഞാൻ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്, എന്നെ കൊണ്ട് ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. നോയില അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്തോ ഈ പറയുന്നത്? അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ആസ്റ്റ പറയുകയും ചെയ്യും, നോയില ഇത് നിനക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളല്ലോ. അപ്പൊ ആ പുള്ളിക്കാരി മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ എന്തായാലും ചെയ്തതൊക്കെ തന്നെ ധാരാളം. നീ വന്നപ്പോ തന്നെ എനിക്ക് കുറച്ചധികം കോൺഫിഡൻസ് ആയി. നിന്റെ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് കുറച്ചധികം സ്ട്രെങ്സ് ഒക്കെ തിരിച്ചു കിട്ടി. ആസ്റ്റ എനിക്കിതിന് ശരിക്കും ഇഷ്ടമാണെന്ന് പുള്ളിക്കാരി മനസ്സിൽ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പുള്ളിക്കാരി പറയുകയും ചെയ്യും, ഇത് ഒരു ബാറ്റിൽ ഫീൽഡ് ആണ്, അതുകൊണ്ട് ഇവിടെ എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് എന്റെ ഫ്രണ്ടിലുള്ള ഈ മെഗിക്കുളി എന്ന് പറയുന്ന ഡീമിനെ കൊല്ലണം. അത് മാത്രമേ ഞാനിപ്പോ ഫോക്കസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരുടെ ഫൈനൽ സെയിൻ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. കാരണം നാളെ തന്നെ അടുത്ത വീഡിയോയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട്.